യാമി പുറത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ രാജശേഖരനും സുഭദ്രാമയും താനുവും അനിയും എല്ലാം അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കുളപ്പടവിൽ നിന്ന് ഓടി വന്നതുകൊണ്ട് തന്നെ അവൾ വല്ലാതെ കിതച്ചുകൊണ്ടാണ് ഓടിയെത്തിയത്. ഇങ്ങനെ ഓടിക്കിതക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു എൻ്റെ യാമി. നിന്നെ ഇവിടെങ്ങും കണ്ടില്ലല്ലോ എന്ന് കരുതി വിളിച്ചതാ. അല്ലാതെ ഞങ്ങൾക്ക് വീട്ടിലേക്കെത്താൻ വൈകിട്ടൊന്നുമില്ല. കിതച്ചു കൊണ്ടുവന്ന യാമിയെ കണ്ടതും താനും അവളോട് പറഞ്ഞു. തന്നെ നോക്കുന്ന രാജശേഖരനെ ഒന്ന് നോക്കി വല്ലായ്മ നിറഞ്ഞ ചിരിയോടെ യാമി ഒന്നും മിണ്ടാതെ വേഗം കാറിലേക്ക് കയറിയിരുന്നു. അബി, അജു എവിടെ? എല്ലാവരും കാറിലേക്ക് കയറിയതും സുഭദ്രാമ്മ അബിയോട് ചോദിച്ചു. ഞാനിപ്പോൾ വീട്ടിലേക്കില്ല വല്യമ്മേ, എനിക്ക് വേറൊരിടം വരെ പോകാനുണ്ട്. നിങ്ങൾ പോയിക്കോ. അമ്പലത്തിൽ നിന്നും ഇറങ്ങി വരുന്ന അജു തന്നെ സുഭദ്രാമ്മയെ നോക്കി വിളിച്ചു പറഞ്ഞു. എങ്ങോട്ടേക്കാടാ? അബി അജുവിനെ നോക്കി വിളിച്ചു ചോദിച്ചു. അവന്മാരുടെ അടുത്തേക്കാടാ. അജു അവനെ നോക്കി പറഞ്ഞതും അബി ഒരു തലയാട്ടലോടെ കാർ മുന്നോട്ടെടുത്തു. രുദ്രൻ വീട്ടിലേക്ക് പോയോ? കാർ മുന്നോട്ട് നീങ്ങിയതും ശേഖരൻ അനിയെ നോക്കി ചോദിച്ചു. ഇല്ലച്ചാ, അവിടെ അമ്പലക്കുളത്തിനടുത്ത് ആരോടോ ഫോണിൽ സംസാരിച്ച് നിൽക്കുന്നത് കണ്ടു. അബി പെട്ടെന്ന് അച്ഛന് മറുപടി കൊടുത്തു. യാമി ആരെയും നോക്കാതെ മുഖം കുനിച്ചിരുന്നു. അവരുടെ സംസാരങ്ങളൊക്കെ അവൾ കേൾക്കുന്നുണ്ട്. ഇന്നു മുതൽ ശിവയുടെ രാത്രി കറക്കം കുറയുമെന്ന് തനുവും സച്ചു ഇല്ലെങ്കിലും അവന് പോകണമെങ്കിൽ അവൻ പോകുമെന്ന് അനിയും. അതൊന്നുമില്ല, സച്ചു കൂട്ടിനില്ലെങ്കിൽ പിന്നെ അവൻ എങ്ങനെ എങ്ങോട്ടും പോകില്ലെന്ന് സുഭദ്രാമയും. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയുന്നു. എല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ പോലും യാമിയുടെ മനസ്സ് കുറച്ചു മുൻപ് തൻ്റെ അതരങ്ങളെ കവർന്നെടുത്ത ആ ഓർമ്മയിലായിരുന്നു. ഓർക്കും തോറും ഹൃദയം ഇപ്പോഴും പടപടാന്ന് മിടിക്കും. ഇനി പറ, നിനക്ക് പോണോ? ആളെ കൊല്ലുന്നൊരു ചിരിയോടെ ചെറിയ കിതപ്പോടെ തന്നോടവൻ ചോദിച്ച ചോദ്യം ആ നെഞ്ചിലേക്ക് അലച്ചു തല്ലി വീഴാനാണ് തോന്നിയത്. പക്ഷെ അതിനുള്ള അവകാശം അവനിപ്പോഴും തനിക്ക് നൽകിയിട്ടില്ല എന്നൊരു തോന്നൽ. തന്നോട് അവൻ ഇഷ്ടമുണ്ട്, സ്നേഹമാണ്, കരുതലുണ്ട് എന്നൊക്കെ മനസ്സ് പറയുമ്പോഴും മറ്റാർക്കും മുന്നിൽ വെളിപ്പെടുത്താനാവാത്തതെന്താ എന്നൊരൊറ്റ ചോദ്യത്തിൽ ഉത്തരം കിട്ടാതെ അവൾ തളർന്നു പോകും. എത്രയൊക്കെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചിട്ടും തൻ്റെ ഇഷ്ടം അവൻ തിരിച്ചറിഞ്ഞതുപോലെ അവൻ്റെ ഇഷ്ടവും താൻ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ആ സ്നേഹം താൻ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും എന്തോ അംഗീകരിക്കാൻ കഴിയുന്നില്ല. ആർക്കു മുന്നിലും വെളിപ്പെടുത്താതെ മറ്റുള്ളവർക്ക് മുന്നിൽ തന്നെ ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് നാഴികയ്ക്ക് 40 വട്ടം ആണയിട്ട് പറയുന്നവനാണ്. മറ്റെന്തിനേക്കാളും അവൻ്റെ വാശിക്ക് തന്നെയാണ് അവൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം കൂടുതൽ. ആ വാശിക്ക് മുന്നിൽ താനും തൻ്റെ പ്രണയം ഒന്നുമല്ലാതെ ആവുന്നൊരു നിമിഷം വന്ന് ചേരുമോ എന്ന ഭയം, അതാണ് അവളുടെ ഉള്ളു നിറയെ. വിവാഹമായിട്ടെന്താടാ നിന്റെ അമ്മയും പെങ്ങളും ഒന്നും വരാഞ്ഞേ? ഇവർ വിളിച്ചില്ലേ? ബാറിൽ ഫ്രണ്ട്സിനൊപ്പം മദ്യപിച്ചു കൊണ്ടിരിക്കെ അജുവിനോട് അവിടുത്തെ സുഹൃത്ത് ചോദിച്ചു. പിന്നെ വിളിക്കാതെ? ആദ്യം വിളിച്ചത് അവരെയാവും. പക്ഷെ ഞാനാ പറഞ്ഞത് വരണ്ടെന്ന്. അങ്ങനെ കുടുംബം അടക്കി ഇങ്ങ് വന്ന് കല്യാണം കൂടാം. ആദ്യത്തെ കെട്ടൊന്നും അല്ലല്ലോ, 2ാം കെട്ടല്ലേ. ഒരു ഗ്ലാസ് മദ്യം ഒരൊറ്റ വലിക്ക് കുടിച്ചിറക്കി കൊണ്ടവൻ പറയുമ്പോൾ നാക്ക് വല്ലാതെ ഉയർന്നുണ്ടായിരുന്നു. 2ാം കെട്ടാണെന്ന് പേരല്ലേടാ ഉള്ളൂ. പെണ്ണ് ഫ്രഷ് അല്ലേ. മറ്റവന് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കാരണം പെണ്ണിനെ ഒന്ന് തൊട്ടിട്ട് പോലും കാണില്ല. അല്ലട ബിനോയ്. മദ്യം മെല്ലി ചുണ്ടോട് ചേർത്തുകൊണ്ട് കൂട്ടുകാരൻ മറ്റൊരുത്തനോട് പറഞ്ഞതും അജു പുച്ഛം കലർന്നൊരു ചിരിയോടെ കസേരയിലേക്ക് കുഴഞ്ഞിരുന്നു. അതെ അതെ, അങ്ങനെ വരാനേ വഴിയുള്ളൂ. അല്ലെങ്കിൽ അവൻ പിന്നെ അവളെ കെട്ടുവോ? ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഇവൻ ഇന്നലെ ആ പെണ്ണിനെ നമ്മളൊന്ന് നോക്കിയപ്പോൾ എന്താ പറഞ്ഞേ? അവൾ ഇവൻ ബുക്ക് ചെയ്തു വെച്ചതെന്നല്ലേ. മറ്റൊരുത്തൻ കുടിച്ച് ലെക്ക് കെട്ടതുപോലെ പറഞ്ഞതും അജു ഒഴികെ അവൻ്റെ കൂട്ടുകാരൊക്കെ ആ പറഞ്ഞവനെ ഉറ്റുനോക്കി. നിങ്ങൾ ആരെങ്കിലും ഇന്നാ പെണ്ണിനെ കണ്ടിരുന്നോ? അവനൊരു ചോദ്യത്തോടെ ചുറ്റും ഇരിക്കുന്നവർക്ക് നേരെ വിരൽ ചൂണ്ടി. ഇല്ല. എന്തേ? കൂടെയുള്ളവർ സംശയത്തോടെ ചോദിച്ചു. ഡാ, ഇന്നലെ കണ്ട പോലെയൊന്നും അല്ല. ഇന്ന് അവൾ ശരിക്കും ഒരു ദേവതയായിരുന്നു. സാരിയൊക്കെ എടുത്ത് എൻ്റെ അമ്മോ, കണ്ണെടുക്കാൻ തോന്നിയില്ല. അത്രയ്ക്ക് പൊളിയായിരുന്നു. യാമയെ ഇന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടതോർത്തു കൊണ്ടവൻ പറഞ്ഞതും കണ്ണടച്ച് കസേരയിൽ ചാഞ്ഞിരുന്ന അജുവിൻ്റെ മനസ്സിലും അവളുടെ ആ രൂപം തെളിഞ്ഞു നിന്നു. എന്നിട്ട് എന്താടാ നീ ഞങ്ങളെ ഒന്ന് വിളിച്ചു കാണിക്കാഞ്ഞത്? മറ്റുള്ളവരൊരു ചോദ്യോടെ ചോദിച്ചു. അതിന് നീയൊക്കെ അമ്പലത്തിലേക്ക് കയറിയോ? ഇല്ലല്ലോ. പിന്നെ നോക്കി നിന്ന് വെള്ളമിറക്കാൻ എന്നല്ലാതെ വേറെ ഗുണമൊന്നും ആർക്കും ഉണ്ടാകില്ല. ദേ, ബുക്ക് ചെയ്തിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവന് പോലും അവളെ തൊടാനൊക്കില്ല. അജുവിനെ നോക്കി ഒരു പരിഹാസ ചിരിയോടെ അവൻ പറഞ്ഞതും കൂടെയുള്ളവർക്ക് ആകെ സംശയമായി. ഡാഷ് മക്കളെ, അവളുടെ കെട്ട് കഴിഞ്ഞതാ. ഇവൻ ചുമ്മാ നമ്മുടെ മുന്നിൽ ആളായതല്ലേ.
ഞാൻ അന്വേഷിച്ചു. അവളെ ചിറക്കൽ ശിവരുദ്ധിൻ്റെ പെണ്ണ, മിസ്സിസ് യാമി ശിവരുദ്ധ്, ഇവൻ്റെ മുഖ്യ ശത്രുവിൻ്റെ ഭാര്യ. ഒരു കളിയാക്കി ചിരിയോടെ അവൻ പറഞ്ഞതും ബാക്കിയുള്ളവർ ശരിക്കും ഒരു ഞെട്ടലോടെ അജുവിനെ നോക്കി. അവൻ ഇപ്പോഴും കണ്ണടച്ച് ചാഞ്ഞിരിക്കുകയാണ്. ഡാ, ഇവൻ പറഞ്ഞത് ശരിയാണോടാ? അവള് രുദ്രൻ്റെ വൈഫാണോ? ശിവയെ അറിയാവുന്ന ഒരുത്തൻ അജുവിൻ്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു. അവൻ അവളുടെ കഴുത്തിലേക്ക് ഒരു താലി കെട്ടിയിട്ടുണ്ട്. പക്ഷേ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല, അജു അലസമായി പറഞ്ഞു. പിന്നെ ഡാ, അവളില്ലേ, അവളുടെ പിന്നാലെ വേറെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവിടെ വല്ലച്ചൻ്റെ അടുത്ത് സഹായം ചോദിച്ചെത്തിയ പെണ്ണ്. തന്തയുടെ വാക്ക് കെട്ട് രക്ഷിക്കാൻ പോയത് അവനും. ആ പോയ പോക്കിൽ അവളെ താലി കെട്ടിയിട്ട് അവൻ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ ദേ അവൻ്റെ ഭാര്യയായ വീട്ടിലുണ്ട്. അജു വല്ലാത്തൊരു അലസതയോടെ പറയുമ്പോഴും അവൻ്റെ മനസ്സിൽ ശിവയും യാമിയും തമ്മിൽ എങ്ങനെയെങ്കിലും പിരിയണം എന്നൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡാ, അപ്പോൾ അവിടെ ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലേ? എല്ലാവരും വിവാഹത്തിന് സമ്മതിച്ചോ? ഒരുത്തൻ നെറ്റി ചുളിച്ചൊരു സംശയത്തോടെ ചോദിച്ചു. അവളുടെ പേരിൽ എടുത്താ പൊങ്ങാത്ത സ്വത്തുള്ളത് കൊണ്ട് അവനല്ലാതെ വേറെ ആർക്കും ഒരു കുഴപ്പവുമില്ല. അജു വീണ്ടും മദ്യമൊഴിച്ച ഗ്ലാസ് ചുണ്ടോട് ചേർത്തുകൊണ്ട് പറഞ്ഞു. അല്ല, അവനെന്ത് കുഴപ്പം? നല്ല ഒന്നാന്തര പെണ്ണല്ലേ അത്. പിന്നെന്താ? പെണ്ണിനെ കണ്ടൊന്നും വീഴുന്നവനല്ല രുദ്രൻ. അവളെ അവൻ ഭാര്യയായി സ്വീകരിക്കണമെന്ന് അവൻ്റെ അച്ഛനാ അവനോട് പറഞ്ഞത്. ആ ഒരൊറ്റ കാരണം മതി. കിട്ടിയത് സ്വർഗത്തിൽ നിന്ന് മാലാകയാണെങ്കിൽ പോലും അവൻ വേണ്ടെന്ന് വെക്കും. അജു കുടിലമായൊരു ചിരിയോടെ പറഞ്ഞു. എടാ, അത്രയും നല്ലൊരു പെണ്ണിനെ, അതും അവൻ താലി കെട്ടി ഭാര്യയാക്കിയവളെ എത്ര നാൾ കണ്ടില്ലെന്ന് നടിക്കും അവൻ. നമ്മളെയൊക്കെ ആണെങ്കിൽ മാസം ഒന്ന് തികിക്കില്ല. ഇനി അവൻ കൂടി വന്ന 3-4 മാസം. അതിൽ കൂടുതൽ അവൻ പിടിച്ചു നിൽക്കുന്നെങ്കിൽ അവനൊരാണെന്നല്ലേ ഞാൻ പറയൂ. നീ നോക്കിക്കോ മോനെ, അവൻ അവളെ ഭാര്യയാക്കിയില്ലെങ്കിലും അനുഭവിച്ചറിയുമെന്ന് ഉറപ്പാണ്. കൂട്ടത്തിൽ ഒരുത്തൻ ഉറപ്പിച്ചു പറഞ്ഞു. അതിനവൾ നീ വിചാരിക്കും പോലെ അല്ല മോനെ. അവളുടെ അടുത്തേക്ക് ആ പണിയുമായി ചെന്നൊരുത്തൻ്റെ പള്ളിക്ക് കത്തിയിറക്കിയവൾ അവൾ. അത് അനുഭവിക്കാൻ അങ്ങ് ചെന്നാൽ മതി. അവൾ കൈയും കെട്ടി നിന്ന് തരും. അല്ല പിന്നെ. അജു അഹംഭാവം നിറഞ്ഞൊരു ചിരിയോടെ പറഞ്ഞു. അപ്പോൾ അവൾക്ക് തിരിച്ച് അവനെയും ഇഷ്ടമല്ലേ? ആ ഫ്രണ്ട് സംശയത്തോടെ ചോദിച്ചതും അജുവിൻ്റെ ചിരി പെട്ടെന്ന് മാഞ്ഞു. അജു അവനെ വല്ലാത്തൊരു ഭാവത്തിൽ നോക്കി. പറയടാ, അവൻ ഇഷ്ടമല്ല എന്ന് നീ പറഞ്ഞു, പക്ഷേ അവൾക്ക് അവനെയും ഇഷ്ടമല്ലേ? അവൻ വീണ്ടും ചോദിച്ചു. അവൾക്ക് അവനോട് ചെറിയൊരു ഇഷ്ടമുണ്ട്. അജു ഒരു വല്ലായ്മയോടെ അവനെ നോക്കി പറഞ്ഞതും അവരുടെ സംസാരം കേട്ടിരുന്ന മറ്റു ഫ്രണ്ട്സ് ഒരു കളിയാക്കലോടെ അടക്കി ചിരിച്ചു. അവൾക്ക് അവനോട് താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്താടാ മോനെ അവർക്കിടയിലൊരു തടസ്സം? നീ കരുതും പോലെ ഒന്നും അല്ല അജു. അവൻ അവളെ ശരിക്കും ആസ്വദിക്കുന്നുണ്ടാവും. നോ, ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഇനിയിപ്പോൾ അവൾ സ്വന്തമാക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടി ഞാനതിന് സമ്മതിക്കില്ല. ഒരു കാര്യത്തിലും അവനൊരു സന്തോഷം ഞാൻ കൊടുക്കില്ല. യാമി അവൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ എനിക്കറിയാം. പിന്നെ എന്ത് വേണമെന്ന് അതിനുള്ള വഴിയൊക്കെ ഇപ്പോഴേ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അജു അത്രയും പകയോടെ പറഞ്ഞു നിർത്തിയതും കുറച്ചു മുമ്പ് യാമി ശിവയുടെ ഭാര്യയാണ് എന്ന് പറഞ്ഞവൻ അജുവിനെ നോക്കിയൊരു കളിയാക്കലോടെ അല്പം ഉച്ചത്തിൽ ചിരിച്ചു. നീ എന്തിനാടാ മലരെ ചിരിക്കുന്നേ? ഞാൻ പറഞ്ഞത് ചെയ്യാൻ പറ്റില്ലെന്ന് എന്തെങ്കിലും സംശയമുണ്ടോ നിനക്ക്? പറയടാ. അജു ദേഷ്യത്തോടെ അവനിരിക്കുന്ന കസേര പിന്നിലേക്ക് ചവിട്ടി മറിച്ചുകൊണ്ട് ചീറി. അജു, കസേര മറിഞ്ഞിട്ടും ചിരി നിർത്താത്തവനെ കാണാൻ അജു പിന്നെയും അവനെ ഉപദ്രവിക്കാനായി തുനിഞ്ഞതും മറ്റു സുഹൃത്തുക്കൾ അവനെ പിടിച്ചു വെച്ചു. എന്നെ ചവിട്ടിയിട്ടും കുത്തിയിട്ടും ഒന്നും കാര്യമില്ലടാ. നീ ഇപ്പോൾ പറഞ്ഞില്ലേ അവൻ അവളെ വേണമെന്ന് തോന്നി തുടങ്ങിയ എന്ത് ചെയ്യണമെന്ന് നിനക്കറിയാമെന്ന്. അറിയാമെങ്കിൽ വൈകിക്കണ്ട, അത് ചെയ്തു. ശിവരുദ്ധിൻ്റെ മനസ്സിൽ അവളുണ്ട്. അതിന്ന് ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടതാ. സംശയമുണ്ടെങ്കിൽ നീ ആ വീട്ടിൽ തന്നെയില്ലേ? കണ്ണു തുറന്ന് രണ്ടിനും ഒന്ന് നിരീക്ഷിക്ക്. അപ്പോൾ അറിയാം അവരുടെ കിടപ്പ് വശം. ഇനി നോക്കിയിട്ട് ഞാൻ പറഞ്ഞതുപോലൊന്നും തോന്നിയില്ലെങ്കിൽ നീ വന്ന് എന്നെ തല്ലിക്കോ. കുത്തേ എന്താന്ന് വെച്ചാൽ ചെയ്തോ. കിടന്ന കിടപ്പിൽ കിടന്നവൻ പറഞ്ഞതും അജുവിൻ്റെ മുഖം വല്ലാത്ത കൂർമ്മതയോടെ അവനെ നോക്കി. ഒപ്പം ഇവൻ പറഞ്ഞതുപോലെ ശിവയും യാമിയും തമ്മിൽ നോ, അങ്ങനെയൊന്ന് ആലോചിക്കാൻ പോലും തന്നെ കുടിച്ച കള്ളിൻ്റെ കെട്ടിറങ്ങിപ്പോയി. പിന്നെ ആരോടും ഒരക്ഷരം മിണ്ടാതെ അവൻ അവിടെ നിന്നും ഇറങ്ങി. അന്ന് ഓഫീസിൽ അവൾ വിളിച്ചപ്പോൾ വിളിക്കാൻ വന്നതും യാമി അവനെ കെട്ടിപ്പിടിച്ചതുമൊക്കെയും പിന്നെയും മനസ്സിൽ അവൻ്റെ സംശയത്തിൻ്റെ ആഴം കൂട്ടി. താൻ വിഡ്ഢിയായോ എന്നൊരു ചോദ്യം അവൻ്റെ ഉള്ളിൽ നിന്ന് ആരോ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നു.
അമ്പലത്തിൽ നിന്ന് യാമിയും അബിയും ശേഖരനും ഒക്കെ വീട്ടിലേക്ക് വന്നൊരു 10-15 മിനിറ്റ് കഴിഞ്ഞതും ശിവയുടെ ബൈക്ക് വീടിൻ്റെ കാർ പോർച്ചിലേക്ക് വന്ന് നിന്നു. രാവിലെ മുതൽ ധരിച്ചിരുന്ന വേഷം മാറി വീട്ടിലിരുന്നൊരു മുണ്ടും ഷർട്ടും ഇട്ട് സിറ്റൗട്ടിലേക്ക് വന്ന ശേഖരൻ ബൈക്ക് നിർത്തി ഇറങ്ങുന്നവനെ കണ്ടൊന്ന് അന്തിച്ചു നിന്നുപോയി. വെള്ളം വാർന്നൊലിക്കുന്നില്ലെങ്കിലും ആകെ മൊത്തം നനഞ്ഞു കുളിച്ചു നിൽക്കുന്നു. ബൈക്കിൻ്റെ കീ ഊരി ഒരു ചൂളം വിളിയോടെ ഇറങ്ങുമ്പോഴാണ് ശിവ സിറ്റൗട്ടിൽ നിന്ന് തന്നെ അന്തിച്ചു നോക്കുന്ന അച്ഛനെ കാണുന്നത്. പെട്ടെന്ന് കണ്ടതും അവൻ്റെ മുഖത്തൊരു പരിഭ്രമം വന്നെങ്കിലും നിമിഷം നേരം കൊണ്ടൊരു കൂസലില്ലായ്മയോടെ അവൻ കീ വിരലിലിട്ട് കറക്കി അകത്തേക്ക് നടന്നു. ഇതെന്താ ശിവ, നീ എങ്ങനെയാ നനഞ്ഞത്? ശേഖറിന് പിന്നാലെ ഉമ്മറത്തേക്ക് വന്ന സുഭദ്രാമ്മ ശിവയെ നോക്കി അമ്പരപ്പോടെ ചോദിച്ചു. ഒന്നുമില്ല, ശിവ അമ്മയെ നോക്കാതെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. ഒന്നുമില്ലേ, പിന്നെ നീ എങ്ങനെയാ നനഞ്ഞേ? സുഭദ്രാമ്മ അവന് പിന്നാലെ ചെന്ന് ചോദിച്ചു. അമ്പലക്കുളത്തിൽ ഒന്ന് നീന്തിയതാ അമ്മേ, ശിവ ഈർഷ്യയോടെ പറഞ്ഞു മുന്നോട്ട് നടന്നതും താനും അവനെ കണ്ടൊരു അന്തം വിട്ടൊരു ഭാവത്തിൽ നോക്കി. വേഷമൊന്നും മാറാതെ കുളത്തിലേക്ക് ചാടാൻ നിനക്ക് വട്ടാണോ? ഇതവൻ മനഃപൂർവ്വം ചാടിയതൊന്നും ആയിരിക്കില്ലമ്മേ, കാല് തെന്നി വീണതാവും. അത് പറയാൻ നാണക്കേട് തോന്നിയിട്ടല്ലേടാ നീ ഇങ്ങനെ പറഞ്ഞേ? താനൊരു പരിഹാസ ചിരിയോടെ ചോദിച്ചു. ശിവ തനുവിനെ നോക്കി വിനയകൂലീനനായി ഒന്ന് ചിരിച്ച് കൈ കൂപ്പി തല കുമ്പിട്ട് കൊണ്ടൊന്നും മിണ്ടാതെ പടികൾ കയറിയതും അബി അവൻ്റെ റൂമിൽ നിന്നും വേഷം മാറി ഹാളിലേക്ക് വന്നു. വീണത് തന്നെയാ അമ്മേ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ടതാ അമ്പലക്കുളത്തിന് അവിടെ ഫോൺ ചെയ്ത് നിൽക്കുന്നത്. നനഞ്ഞ കോഴിയെ പോലുള്ള ശിവയുടെ ആ പോക്ക് കണ്ട് അബി ഒരു ചിരിയോടെ പറഞ്ഞതും സിറ്റൗട്ടിൽ ഇരുന്നിരുന്ന് ശേഖരൻ്റെ ചുണ്ടിലും ഒരു ചിരി മിന്നി വാനു. എന്നാൽ നനഞ്ഞ മുണ്ടൊന്ന് കുടഞ്ഞ് അത് മടക്കി കുത്തി റൂമിലേക്ക് കയറാനായി ശിവ ഡോർ തുറന്നതും യാമയുടെ ഒരലർച്ച അവയുടെ മുഴുവൻ മുഴങ്ങി കേട്ടു. ആ അലർച്ച കേട്ട് തന്നെയാണ് ശിവ അവളെ മുഖമുയർത്തി നോക്കിയത്. സാരി ബ്ലൗസും അടിപ്പാവടയും മാത്രം ഉടുത്ത് നിൽക്കുന്നവളെ കണ്ട മാത്രയിൽ അവൻ്റെ കണ്ണുകൾ മേഞ്ഞു പോയെങ്കിലും പെണ്ണിൻ്റെ അലർച്ച വീട് മുഴുവൻ കേട്ടതോടെ അടുത്ത നിമിഷം തന്നെ റൂമിന് പുറത്തേക്ക് ഇറങ്ങി അവൻ ആ ഡോർ തിരിച്ചടച്ചു. യാമി ഓടിപ്പോയി ഡോർ ലോക്ക് ചെയ്തു. യാമി, അബി ഒരു കിതപ്പിൽ പടികൾ ഓടിക്കയറിയതും ശിവ ചെറിയൊരു പരിങ്ങലോടെ ഡോറിൻ്റെ മുന്നിൽ തന്നെ നിന്നു. മോളെ. താഴെ നിന്ന് സുഭദ്രാമ്മയും ഭയപ്പാടോടെ അല്പം ശബ്ദത്തിൽ യാമിയെ വിളിക്കെ ശേഖരൻ സിറ്റൗട്ടിൽ നിന്ന് ഹാളിലേക്ക് വന്ന് മുകൾ നിലയിലേക്ക് നോക്കി. യാമി, എന്താ, എന്ത് പറ്റി? അബി ഡോർ ഹാൻഡിൽ പിടിച്ചു ഡോർ തുറക്കാനായി ചെന്നതും ശിവ മുഖത്തെ പരിങ്ങലൊക്കെ മാറ്റി അവന് മുന്നിലേക്ക് കയറി നിന്നു. അന്വേഷണമൊക്കെ ഈ റൂമിന് പുറത്തു നിന്ന് മതി, അവൻ അലസഭാവത്തിൽ പറഞ്ഞതും അബിയുടെ മുഖത്ത് യാമിക്ക് എന്ത് പറ്റിയെന്നൊരു വെപ്രാളമായിരുന്നു. യാമി, എന്താ പറ്റിയേ? ഡോർ തുറന്നേ. ശിവ അവനെ റൂമിലേക്ക് കയറാൻ സമ്മതിക്കില്ലെന്ന് മനസ്സിലായതും അവൻ ഡോറിന് മുന്നിൽ നിന്ന് വിളിച്ചു ചോദിച്ചു. നെഞ്ചിൽ കൈവച്ച് ഡോറിൽ ചാഞ്ഞു നിന്ന് അലർച്ചയുടെ കിതപ്പടക്കിയ അവളുടെ മുഖം അങ്ങേയറ്റം ദയനീയമായി പോയി. ശിവയുടെ മുന്നിൽ ആ കോലത്തിൽ അയ്യേ ഓർക്കുന്തോറും അവളുടെ മുഖം വിളറി വെളുത്തൊരു വെള്ളൈമേലായിപ്പോയി. അബി ചോദിക്കുന്നത് കേട്ടെങ്കിൽ പോലും പെട്ടെന്ന് അവനോടൊരു മറുപടി പറയാനാവാതെ അങ്ങനെ നിന്നു അവൾ. മോളെ, എന്താ, എന്തു പറ്റി? താഴെ നിന്ന് സുഭദ്രാമ്മയും പേടിയോടെ വിളിച്ചു ചോദിച്ചു കൊണ്ടിരുന്നു. യാമയുടെ മറുപടി കേൾക്കാതെ വന്നതും താനൊരു സംശയത്തോടെ പടികൾ കയറി. ഇങ്ങനെ വെപ്രാളപ്പെടാനൊന്നുമില്ല, പെണ്ണല്ലേ വർഗം, വല്ല പാറ്റയോ പല്ലിയോ കണ്ടു കാണും. യാമി മറുപടിയൊന്നും വിളിച്ചു പറയാത്തത് കാണെ ശിവ വല്ലാത്തൊരു അലസതയോടെ അങ്ങേയറ്റം താല്പര്യമില്ലായ്മയോടെ അതിലേറെ ഒട്ടും ഇഷ്ടമില്ലാത്ത പോലെ എങ്ങോ നോക്കി പറഞ്ഞു. യാമി. താനും വന്ന് റൂമിൻ്റെ ഡോറിൽ തട്ടി വിളിച്ചു. ശിവമെല്ലെ അവരായി അവരുടെ പാടായി എന്ന പോലെ ബാൽക്കണിയിൽ പോയി ഇരുന്നു. നനഞ്ഞ വേഷം പെട്ടെന്ന് മാറ്റണം എന്നൊരു തിടുക്കത്തിൽ വന്നതുകൊണ്ട് തന്നെ ആ തിടുക്കത്തിൽ ഡോറിൽ തട്ടാൻ വിട്ടുപോയി. പെണ്ണവിടെ വേഷം മാറുകയാവും എന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. ഒരൊറ്റ നിമിഷത്തെ നോട്ടമേ അവളിൽ ഉടക്കി നിന്നുള്ളൂ. എങ്കിലും ആ കണ്ട കാഴ്ച അത് അവൻ്റെ മനസ്സിൽ പച്ച കുത്തിയതുപോലെ ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. തുളുമ്പി നിൽക്കുന്ന മാറിടവും തൻ്റെ കണ്ണുകളെ അടിമപ്പെടുത്തും വിധം അഴകൊത്ത നാഭിയും പൊക്കിൽ ചുഴിയും കണ്ണിൽ പിന്നെയും പിന്നെയും തെളിഞ്ഞു നിൽക്കെ ശിവ വല്ലാത്തൊരു പിഴപ്പോടെ തലയൊന്നു കുടഞ്ഞുപോയി. യാമി. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന യാമിയെ താന് വീണ്ടും വിളിച്ചു. ആ അത് കുഴപ്പമില്ല ചേച്ചി, ഞാനൊരു പാറ്റ, അതാ. യാമി ഒരു വിക്കലോടെ വിളിച്ചു പറഞ്ഞതും അബിയും സുഭദ്രാമ്മയും നെടുവീർപ്പെട്ടുപോയി. ഒരു പാറ്റയെ കണ്ടത് ഇങ്ങനെ ഒച്ച വെച്ച ആളെ പേടിപ്പിക്കണോ എൻ്റെ പെണ്ണെ നീ? താനൊരു നിശ്വാസത്തോടെ ചോദിച്ചുകൊണ്ട് ബാൽക്കണിയിൽ പോയിരിക്കുന്ന ശിവയെ ഒന്ന് നോക്കി മെല്ലെ താഴേക്ക് നടന്നു. യാമി ആകെ നാണക്കേട് പോലെയായി. ശിവയുടെ മുന്നിൽ മാത്രമല്ല ആ വീട്ടിൽ ആരുടെ മുഖത്തും നോക്കാനാവില്ലെന്നൊരു വല്ലായ്മയിൽ നിന്ന് കുഴങ്ങി അവൾ.
പിന്നെ മെല്ലെ ബാത്റൂമിൽ കയറി കുളിച്ചിറങ്ങിയതും ഡോറിൽ ശിവ തട്ടി തുടങ്ങിയിരുന്നു. എങ്ങനെ അവൻ്റെ മുന്നിൽ പോയി നിൽക്കുമെന്ന് ഓർക്കെ ആകെ ഒരു ചടപ്പ് തോന്നിയെങ്കിലും മെല്ലെ പോയി വാതിൽ തുറന്നു കൊടുത്തു. മുന്നിൽ ശിവയുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ അവനെ നോക്കാതെ പെരുമാറ്റത്തിൽ സ്വാഭാവികത വരുത്തി മെല്ലെ കബോർഡിനടുത്തേക്ക് തിരിഞ്ഞു നടന്നു. ശിവ അവളെ കാര്യഭാവത്തിലൊന്ന് നോക്കിയെങ്കിലും അവളെപ്പോലെ തന്നെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നൊരു ഭാവത്തോടെ അവൾക്കടുത്തേക്ക് വന്ന് അവളോട് ചേർന്ന് നിന്നുകൊണ്ട് അവൾ തുറന്നു പിടിച്ച് കബോർഡിൻ്റെ ഡോർ വഴി ടവലെടുത്ത് ബാത്റൂമിലേക്ക് കയറി ഡോർ അടച്ചു. യാമി ജീവൻ തിരിച്ചു കിട്ടിയൊരു ആശ്വാസത്തോടെ റൂമിൽ നിന്ന് താഴേക്കൊരു ഓട്ടമായിരുന്നു. പിന്നെ ബാത്റൂമിലേക്ക് കയറിയവൻ്റെ മുഖത്ത് അവളുടെ ആ ചമ്മയുള്ള നിൽപ്പൊന്ന് ഓർക്കെ കള്ളച്ചിരി തെളിഞ്ഞു. അതേ ചിരിയോടെ തന്നെ ഷവറിന് കീഴിലേക്ക് നിൽക്കുമ്പോൾ താൻ രുചി അറിഞ്ഞ അതരങ്ങളെ ഒരിക്കൽ കൂടിയൊന്ന് രുചിച്ചറിയാൻ മോഹം തിങ്ങി തുടങ്ങിയിരുന്നു. ഇങ്ങനെ നുള്ളി നുള്ളി ഇരിക്കാതെ എൻ്റെ മോളെ, ഈ വീടും ഇവിടെയുള്ളവരുമൊക്കെ നിനക്ക് നല്ലോണം അറിയുന്നവരല്ലേ. മടിച്ചു നിൽക്കാതെ വയറ് നിറച്ച് കഴിച്ചേ. ഉച്ചക്കത്തെ ഭക്ഷണം ഒന്നും നേരെ ചൊവ്വേ വിശപ്പ് മാറാതെയല്ലേ. നല്ലോണം കഴിക്ക്. രാത്രിയിൽ സച്ചുവിനും അവൻ്റെ വീട്ടുകാർക്കും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനിരുന്ന കുഞ്ഞോളുടെ പ്ലേറ്റിലേക്ക് ഇത്തിരി കൂടെ ചോറ് വിളമ്പിക്കൊണ്ട് സച്ചുവിൻ്റെ അമ്മ പറഞ്ഞതും കുഞ്ഞോൾ അവരെ ഒരു ചിരിയോടെ നോക്കി. സാധാരണ ഈ നേരത്തൊന്നും ഏട്ടൻ ഇവിടെ കാണില്ലാട്ടോ ഏട്ടത്തി. രണ്ടാളും കൂടെ ആ തേക്കിൻ കാട്ടിൽ പോയി മുളഞ്ചോട്ടിൽ കിടക്കും. ഇന്നിപ്പോൾ ശിവേട്ടന് കിടന്ന ഉറക്കം വരുമോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. കുഞ്ഞോളെ നോക്കി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സച്ചുവിനെ നോക്കി പാറു പറഞ്ഞു. ഓ പിന്നെ അതിപ്പോൾ നീ പറഞ്ഞിട്ട് വേണോ അവൾക്കറിയാൻ? സച്ചു കെറുവോടെ പാറുവിനെ നോക്കി ചോദിച്ചുകൊണ്ട് കഴിച്ചെണീച്ചു. വേണ്ട, അല്ലാതെ തന്നെ ഏട്ടത്തിക്ക് അറിയാം. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ആങ്ങളമാരെ വരച്ച വരയിൽ നിർത്തുക എന്നത് ലോകത്തൊരു പെങ്ങൾക്കും അത്ര പെട്ടെന്ന് സാധിച്ചെടുക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഇവിടിപ്പോൾ ഏട്ടത്തിയുടെ ഭർത്താവാണ് ഏട്ടൻ. അപ്പോൾ ഈ വക ദുശീലങ്ങളൊക്കെ മാറ്റി ഏട്ടന് സാരി തൽപ്പിൽ കെട്ടിയിടേണ്ടത് ഏട്ടത്തിയുടെ ഉത്തരവാദിത്വമാണ്. അക്കാര്യത്തിൽ ഒട്ടും പിന്നോട്ട് നിൽക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. പാറു ഒരു പ്രസംഗകനെ പോലെ കുഞ്ഞോളെ നോക്കി പറഞ്ഞതും കുഞ്ഞോളൊരു ചിരിയോടെ സച്ചുവിനെ നോക്കി. അവൻ അവളെ നോക്കി. അങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊരു കണ്ണനക്കലോടെ മെല്ലെ കോലായി തിന്നിലേക്ക് പോയിരുന്നു. ഇക്കാര്യം നാളെ യാമി ഏട്ടത്തിയെ കാണുമ്പോഴും ഒന്ന് പറഞ്ഞു കൊടുക്കണം. പാറു ഒരു തീരുമാനം പോലെ പറഞ്ഞുകൊണ്ട് കഴിച്ചെണീറ്റതും കുഞ്ഞോളും അവൾക്കൊപ്പം എഴുന്നേറ്റു. ഇങ്ങതാ, ഞാൻ കഴുകിക്കോളാം. കുഞ്ഞോളുടെ കയ്യിൽ നിന്നും അവൾ കഴിച്ച പ്ലേറ്റ് വാങ്ങിക്കൊണ്ട് പാറു അത് രണ്ടും കഴുകി വെച്ചു. നിങ്ങൾ രണ്ടാളും പാല് കുടിക്കില്ല എന്നറിയുന്നത് കൊണ്ട് അമ്മ പാലൊന്നും കാച്ചിട്ടില്ല കേട്ടോ. മോളെ, കുടിക്കാനുള്ള വെള്ളം അമ്മ റൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ക്ഷീണം കാണും, മോള് പോയി കിടന്നു. അടുക്കളയിൽ തയങ്ങി നിൽക്കുന്ന കുഞ്ഞോളെ നോക്കി സച്ചുവിൻ്റെ അമ്മ പറഞ്ഞതും പാറുവിൻ്റെ മുഖം ഒരു കളിയാക്കി ചിരിയിൽ ചുവന്നു വന്നിരുന്നു. കുഞ്ഞോൾ അവളുടെ തോളിൽ ഒരു നുള്ള് വെച്ച് കൊടുത്തുകൊണ്ട് മെല്ലെ റൂമിലേക്ക് നടന്നു. സച്ചി ഇപ്പോഴും കോലായിൽ ഇരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് അച്ഛനും ഇരിക്കുന്നുണ്ട്. റൂമിലേക്ക് കടന്നതും അവൾ വല്ലാത്തൊരു ആശ്വാസത്തോടെ ബെഡിലേക്കിരുന്നു. പിന്നെ ഇനിയും നനവ് മാറിയിട്ടില്ലാത്ത മുടികൾ മുന്നോട്ടിട്ട് മെല്ലെ ഒന്ന് കോതി തുടങ്ങിയതും സച്ചു റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു തുടങ്ങിയിരുന്നു. തന്നെക്കാളേറെ അറിയുന്നവനായതുകൊണ്ട് തന്നെ പ്രത്യേകം ഒരു പരിഭ്രമമോ വെപ്രാളമോ ഇല്ലെങ്കിലും എന്തിനോ ഹൃദയം പതിവിലും വേഗത്തിൽ മിടിച്ചു. സച്ചു കുഞ്ഞോളെയൊന്ന് നോക്കിക്കൊണ്ട് കണ്ണ് ചിമ്മിക്കൊണ്ട് അവൻ ധരിച്ചിരുന്ന ഷർട്ട് അയച്ച് ഹാങ്കറിൽ കൊളുത്തിയിട്ടുകൊണ്ട് കുഞ്ഞോളുടെ അടുത്തേക്ക് വന്നിരുന്നു. പരസ്പരം ഒന്നും മിണ്ടാതെ കുറച്ചു നേരം. എത്രയോ നാളായി സ്വപ്നം കൊണ്ടൊരു മുഹൂർത്തത്തിൽ തങ്ങൾ എത്തി നിൽക്കുന്നതിൽ ഈശ്വരനോട് എങ്ങനെ അങ്ങേയറ്റം നന്ദിയോടെ മൗനമായിരുന്ന് കുറച്ചു നിമിഷം. ആ നിമിഷങ്ങൾക്കൊടുവിൽ കുഞ്ഞോൾ അവൻ്റെ തോളിലേക്ക് മെല്ലെ തല ചായ്ച്ചതും സച്ചു അത്രമേൽ പ്രണയത്തോടെ അവളുടെ നെറുകയിൽ അവൻ്റെ അതരം ചേർത്തു. അവളുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു തുടങ്ങിയതും സച്ചുവിൻ്റെ കൈകൾ അവളെ വാത്സല്യത്തോടെ തലോടി കൊടുത്തു. ആ തലോടലിൽ തൻ്റെ കണ്ണുനീരിൻ്റെ ഒഴുക്ക് ശക്തി ആർജിക്കുന്നു എന്ന് തോന്നിയതും അവൻ്റെ രത്നമായ നെഞ്ചിലേക്ക് അവൾ മുഖം പോയിട്ട് അവനെ വല്ലാത്തൊരു വിങ്ങലോടെ പുണർന്നു. പ്രണയ സാഫല്യത്തിൽ ഈ രാത്രിയിൽ ശരീരം കൊണ്ടുള്ള സ്നേഹം പങ്കുവയ്ക്കലില്ലാതെ ഹൃദയങ്ങൾ പരസ്പരം അവരുടെ സന്തോഷം ചെറു ചുംബനങ്ങളും തലോടലും ഒക്കെയായി പങ്കുവച്ചു. അവളെ അവൻ്റെ നെഞ്ചിൽ ചേർത്ത് കിടത്തി. ആ രാത്രി മുഴുവൻ അവൻ്റെ ഹൃദയതാളം അവൾക്കൊരു താരാട്ടായി മാറിയപ്പോൾ കാലങ്ങളായി താൻ ആഗ്രഹിച്ചൊരു നിമിഷത്തിൻ്റെ സംതൃപ്തിയിൽ അവളെ തലോടിയും ചുംബിച്ചും കൊണ്ട് അവൻ ഉറങ്ങാതെ തൻ്റെ പ്രിയപ്പെട്ടവളുടെ ചൂടേറ്റ് മയക്കമില്ലാതെ കിടന്നു.